അനക്കത്തിലും മടക്കത്തിലും നമുക്ക് ലജ്ജ വേണം. അത് നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. കല്യാണത്തിന് പെണ്ണും തുള്ളും, പെണ്ണിന്റെ ഉമ്മയും തുള്ളും. പെണ്ണും തുള്ളും, പെണ്ണിന്റെ ഉമ്മയും തുള്ളും. 60 വയസ്സ് കഴിഞ്ഞ് നടുവിന് ബെൽറ്റിട്ടിരിക്കുന്ന വയോവൃദ്ധയായ സ്ത്രീയും നീ എന്റെ മുഹബത്തിൻ സുൽത്താനല്ലേ, നിന്നോട് എനിക്കിന്ന് മുഹബത്തല്ലേ. പെണ്ണ് തുള്ളുമ്പോ പെണ്ണിന്റെ ഉമ്മയും തുള്ളുകയാണ്. നടുവിന് ബെൽറ്റ് കിടക്കുക, 50 വയസ്സുണ്ട്, ഉമ്മയും തുള്ളും. ആ കാലത്ത് ജീവിച്ചിരിക്കാൻ എന്നെ നീ ജീവിച്ചിരിപ്പിക്കല്ലേ അല്ലാ എന്ന് ദുആയിരുന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. എന്ന് നമ്മൾ നമ്മുടെ പെൺപിള്ളാരെ കെട്ടിക്കേണ്ടി വരുമ്പം വിവാഹത്തിന് വരുന്നവരുടെ ഭക്ഷണവും മറ്റുള്ള ചെലവിനേക്കാൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ഡാൻസ് കളിക്കാനുള്ള പെൺപിള്ളാരുടെ അന്നത്തെ വിഹിതം കണ്ടെത്താനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടാകണം. ഒറ്റ ദിവസം നടന്ന വിവാഹം 3 ദിവസമായി. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ മഞ്ഞ കല്യാണം, ശനിയാഴ്ച പിന്നെ ഏത് കല്യാണം നമുക്കറിയത്തില്ല, പാതിരാ കല്യാണം, ഞായറാഴ്ച പിന്നെ ഒരു വേറൊരു കല്യാണം, അങ്ങനെ 3 ദിവസ കല്യാണം. അവസാനം പെരയുടെ ആധാരം ബാങ്കിലും. കരുനാപ്പള്ളി പെൺപിള്ളാരെ കെട്ടിക്കുന്നവരെയൊക്കെ മുണ്ടും തുണിയും പിന്നെ ആ ജനലിന്റെ ഇടയിൽ കൂടെ പുറത്തോട്ടിട്ട് കൊടുക്കണം. കരുനാപ്പള്ളിയിലൊക്കെ കാര്യം ഞാൻ പറയണം, കായംകുളം കരുനാപ്പള്ളിയിലൊക്കെ പെൺപിള്ളാരെ കെട്ടിക്കുമ്പം ആ അപ്പന്മാര് വീട് വയ്ക്കേണ്ടി വരും. അത്രയും. നിങ്ങളോട് ആര് പറഞ്ഞു? അല്ലാഹു റസൂലും പറഞ്ഞു. അല്ലാഹു റസൂലും പറഞ്ഞോ നിങ്ങളുടെ മകളെ കെട്ടിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കണോ? നിങ്ങൾ എന്തുകൊണ്ടാണ് വീട് വിൽക്കേണ്ടി വരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ വീഴുന്നത്? എന്തുകൊണ്ടാണ് പലിശക്ക് എടുക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? അല്ലാഹു റസൂലും പറഞ്ഞ അനുസരിക്കാത്തതുകൊണ്ട്. കല്യാണത്തിന് ചുറ്റിപ്പറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടമാടുന്നു മാമൂലെന്ന മാറാപ്പ്. മുസ്ലിം മങ്കകൾ പാലും തേനും നൽകി വളർത്തുകയാണ്. കുത്തുവാളയെടുപ്പിക്കും ഈ പൊല്ലാപ്പ്, കുത്തുവാളയെടുപ്പിക്കും ഈ പൊല്ലാപ്പ്. പെണ്ണ് കാണൽ മുതൽ തുടങ്ങും ആണിൻ്റെ ഉള്ളിൽ ബേജാറ്. പെണ്ണ് പിറന്നു കഴിഞ്ഞാൽ പിന്നെ വേണം ഒത്തിരി മാമൂല്. എന്തെല്ലാം കോപ്രായങ്ങള്! ഇതിനൊക്കെ എത്ര രൂപ ചെലവാണ്? അതുകൊണ്ട് ഒരു പെണ്ണ് ജനിച്ചെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ ആളുകളുടെ കൽബിൽ ഇത്ര ആദി വരുന്നത്? എന്തുകൊണ്ടാ? എനിക്കൊരു മോള് ജനിച്ച് പലരും അൽഹംദുലില്ലാഹ് 2 പെൺകുട്ടികൾ ഉണ്ടായെങ്കിൽ 3 പെൺകുട്ടികൾ ഉണ്ടായെങ്കിൽ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പറഞ്ഞു. പുറമേ പറയുമ്പോഴും ഉള്ളിൽ ഇങ്ങനെ ആദിയാണ്, എങ്ങനെ കെട്ടിക്കും. ലക്ഷദ്വീപിലും സൗദി അറേബ്യയിലും ഒക്കെ പെൺകുട്ടികളുള്ളവർക്ക് എന്ത് സന്തോഷമാണ്. നമ്മക്ക കൽബിൽ മുഴുവൻ ബേജാറായി എങ്ങനെ കെട്ടിക്കും എന്നുള്ളതാണ്. അള്ളാഹു തന്ന മക്കളിൽ ഏറ്റവും സന്തോഷമുള്ള മക്കൾ പെൺകുട്ടികളാണ്. 30-40 വർഷം കഴിഞ്ഞ് ഉമ്മ മരണപ്പെട്ടു